തിരുവനന്തപുരം വർക്കല വീക്കെൻഡ് യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഒരു വിനോദയാത്ര എന്നതിനുപരി അമ്മയ്ക്ക് വേണ്ടി കുറച്ച് അമ്പലങ്ങളിലെല്ലാം പോകാൻ വേണ്ടിയാണ് ഈ യാത്ര നടത്തിയത്. അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ട്രാവൽ ഗൈഡ് ഒന്നുമല്ല ഈ വീഡിയോ. ഫേമസ് ആയ സൗത്ത് ഇന്ത്യയിലെ കുറച്ച് അമ്പലങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. എന്റെ പേര് സുജിത് ശ്രീനിവാസൻ. എല്ലാവർക്കും ഷട്ടർബർഗ് എക്സ്പെഡിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളത്ത് നിന്നും ഫ്രൈഡേ നൈറ്റ് രാത്രി തിരുവനന്തപുരം എത്തുന്നത് കണക്കാക്കിയാണ് ഇറങ്ങിയത്. രാത്രി ഒരു 10 മണിക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ഈ ഒരു ഹോട്ടലിലെത്തി വേഗം തന്നെ കിടന്നുറങ്ങി. രാവിലെ 2 മണിക്ക് എഴുന്നേറ്റു. കാരണം 3:30 ടെമ്പിൾ കയറി തൊഴുവാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ 3:30 ടെമ്പിളിലെത്തി. ടെമ്പിളിനുള്ളിൽ മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല, ഷർട്ട് ഇടാനും പാടില്ല. അതൊക്കെ സൂക്ഷിക്കാൻ അവിടെ ക്ലോക്ക് റൂം ഉണ്ട്. അവിടെ എല്ലാം ഏൽപ്പിച്ച ശേഷം ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ കയറി തൊഴുതു. പുരാതന ഗ്രന്ഥങ്ങളിൽ പറയുന്നതനുസരിച്ച് 6-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രത്തിന്റെ ഉത്ഭവം. ഇന്ന് കാണുന്ന രീതിയിലേക്ക് അമ്പലം മാറിയത് 16-ാം നൂറ്റാണ്ടിലാണ്. 3 ഡോറുകളിലൂടെ ആയിട്ടാണ് നമുക്ക് വിഗ്രഹം കാണാൻ സാധിക്കുക. അനന്തശയനത്തിൽ കിടക്കുന്ന മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ് അവിടെയുള്ളത്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ടെമ്പിൾ ലോകത്തെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനിയും തുറക്കാത്ത അറകൾ ടെമ്പിളിലുണ്ട്. അങ്ങനെ അമ്പല ദർശനത്തിന് ശേഷം പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെ കോവളം ലൈറ്റ് ഹൗസ് ബീച്ചിലേക്ക് പോയി. മോർണിംഗിലെ ഗോൾഡൻ അവർ കാണാൻ വേണ്ടിയാണ് പോയത്. അങ്ങനെ ബീച്ചിലെ ലൈറ്റ് ഹൗസിന്റെ പുറത്തെ കാഴ്ചകളും ബീച്ചിലെ ഏർലി മോർണിംഗ് കാഴ്ചകളെല്ലാം കണ്ടു. കുറച്ചു നേരം അവിടെ സമയം ചെലവഴിച്ച ശേഷം അടുത്തത് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഫേമസ് ആയ ആഴിമല ക്ഷേത്രമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കടലും വലിയ ശിവപ്രതിമയുമുള്ള ആ ടെമ്പിളിലെ കാഴ്ചകൾ സോഷ്യൽ മീഡിയയിൽ മാത്രമായിരുന്നു കണ്ടിട്ടുള്ളത്. അങ്ങനെ ടെമ്പിൾ എത്തി അമ്പലത്തിൽ കയറി തൊഴുതു. ചെറിയൊരു ടെമ്പിൾ ആണ് ആഴിമല ടെമ്പിൾ, പക്ഷേ കാണാൻ മനോഹരമാണ്. പ്രത്യേകിച്ച് ശിവ സ്റ്റാറ്റ്യൂ ആ കടലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ടെമ്പിളിൽ നിന്ന് നോക്കിയാൽ താഴെ വിശാലമായ ആഴിമല ബീച്ച് കാണാം. ടെമ്പിളിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടത്തെ ഗുഹാക്ഷേത്രമാണ്. ഗുഹാക്ഷേത്രത്തിലെ എൻട്രി ഫീ ഒരാൾക്ക് 100 രൂപയാണ്. മൊബൈൽ അവിടെ അലൗഡ് അല്ലാത്തത് കൊണ്ട് ഉള്ളിലെ കാഴ്ചകൾ പകർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ശരിക്കും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഗുഹാക്ഷേത്രത്തിലേത്. അതുകൊണ്ട് ആഴിമല പോകുമ്പോൾ ഗുഹാക്ഷേത്രം കൂടി കാണുക. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കയറാതിരിക്കുക, കാരണം അതിനുള്ളിൽ ഇടുങ്ങിയ വഴികളും കയറ്റവും ഒക്കെയാണ്. അങ്ങനെ ആഴിമല ദർശനത്തിന് ശേഷം ഞങ്ങൾ തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും യാത്ര തിരിച്ചു. തിരുവനന്തപുരം കംപ്ലീറ്റ് ട്രാവൽ ഗൈഡ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് ചെയ്യാം. അടുത്തത് പോയത് വർക്കലയാണ്. വർക്കല വിസിറ്റ് ചെയ്യുന്നതും 2 ടെമ്പിൾ വിസിറ്റിന് വേണ്ടിയാണ്. കൂട്ടത്തിൽ വർക്കല ക്ലിഫ് വിസിറ്റും ചെയ്തു എന്ന് മാത്രം. വർക്കല നോർത്ത് ക്ലിഫ് ക്രൗഡ് ആയതിനാൽ സൗത്ത് ക്ലിഫ് സൈഡിൽ ഒരു സ്റ്റേ ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ബ്യൂട്ടിഫുൾ ആയ ഒരു ലൊക്കേഷൻ ആയിരുന്നു. പക്ഷേ സ്റ്റേക്കേഷൻ ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. കാരണം അവരുടെ ഹോസ്പിറ്റാലിറ്റി വളരെ മോശമായിരുന്നു. ബേസിക് ആയ കാര്യങ്ങൾ പോലും പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സ്റ്റേ ആയിരുന്നു. അങ്ങനെ ഈവനിങ് സൗത്ത് ക്ലിഫ് ബീച്ചിലേക്ക് പോയി. അവിടെയാണ് പാരാഗ്ലൈഡിംഗ് എല്ലാം നടക്കുന്നത്. അവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് ബ്യൂട്ടിഫുൾ ആയ സൺസെറ്റും അവിടെ ഇരുന്ന് കണ്ടു. അങ്ങനെ ബീച്ചിൽ കുറച്ച് സമയം ചെലവഴിച്ച ശേഷം തിരികെ റൂമിലേക്ക് പോന്നു. നൈറ്റ് ഭക്ഷണം കഴിക്കാനായി നോർത്ത് ക്ലിഫ് പോയി. നോർത്ത് ക്ലിഫിലെ നൈറ്റ് ലൈഫ് കാഴ്ചകൾ കണ്ട് അവിടെ ഈ ഒരു റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിച്ച ശേഷം റൂമിലേക്ക് പോന്നു. അടുത്ത ദിവസം ഏർലി മോർണിംഗ് തന്നെ ഉണർന്ന് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ശ്രീ ജനാർദ്ദന സ്വാമി ടെമ്പിൾ കാണാനായി പോയി. അവിടെ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രമേ ടെമ്പിളിലേക്ക് ദൂരമുള്ളൂ. അങ്ങനെ ജനാർദ്ദന സ്വാമി ടെമ്പിളിലെത്തി അവിടെ തൊഴുതു. 2000 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ടെമ്പിൾ ആണിത്. ദക്ഷിണകാശി എന്ന് അമ്പലം അറിയപ്പെടാൻ കാരണം അമ്പലം പ്രതികർമ്മങ്ങൾക്ക് ഫേമസ് ആയതുകൊണ്ടാണ്. ടെമ്പിളിന്റെ ഹിസ്റ്ററി പ്രകാരം കുറച്ച് ഋഷിമാർ അറിയാതെ പാപങ്ങൾ ചെയ്യുകയും അവർ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും മഹാവിഷ്ണു അവരുടെ മുൻപിൽ ജനാർദ്ദന സ്വാമിയായി പ്രത്യക്ഷപ്പെട്ട് പാപമോക്ഷം നൽകി എന്നാണ് വിശ്വാസം. അങ്ങനെ ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞ് അവരുടെ ടെമ്പിളിന് മുമ്പിലെ കടയിൽ നിന്നും ചായയും കുടിച്ച ശേഷം അടുത്തത് പോയത് ശിവഗിരിമുട്ട് കാണാൻ വേണ്ടിയായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ സ്മാരകമാണ് ശിവഗിരി മഠം. വർക്കലയിലെ ശിവഗിരി ഹില്ലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശിവഗിരി മഠം നല്ല പോസിറ്റീവ് എനർജി തരുന്ന ഒരു പ്ലേസ് ആണ്. ശിവഗിരി മഠം കണ്ട ശേഷം നേരെ വർക്കല ഹെലിപാഡിലേക്ക് പോയി. അവിടെ കണ്ട ഈ ഒരു റെസ്റ്റോറന്റിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം വർക്കലയിലെ ഫേമസ് ആയ ബ്ലാക്ക് സാൻഡ് ബീച്ച് കാണാൻ പോയി. മനോഹരമായ ബീച്ചാണ് ബ്ലാക്ക് സാൻഡ് ബീച്ച്. മിനറൽ ഡെപ്പോസിറ്റ്സ് കാരണമാണ് അവിടെ ചിലയിടങ്ങളിൽ ബ്ലാക്ക് സാൻഡ് ഉള്ളത്. അല്ലാതെ പൊല്യൂഷൻ കാരണമൊന്നുമല്ല. സേഫായി കുളിക്കാനൊക്കെ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയ ബീച്ചാണ് ബ്ലാക്ക് സാൻഡ് ബീച്ച്. അവിടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്ത ശേഷം വർക്കലയിൽ നിന്നും തിരിച്ചു. ഇനി നേരെ എറണാകുളത്തേക്ക്. വർക്കലയിൽ വേറെയും ഒരുപാട് പ്ലേസസും ആക്ടിവിറ്റീസും എല്ലാം ഉണ്ട്. ഒരു വിനോദയാത്ര അല്ലാത്തതിനാൽ വേറെ എങ്ങോട്ടും പിന്നെ പോയില്ല. വർക്കലയുടെ ഒരു കംപ്ലീറ്റ് ട്രാവൽ ഗൈഡും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.